ഡിസംബർ 18 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഫിഫ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച പുരുഷ താരം വിനീഷ്യസ് ജൂനിയർ, മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാത്തി, മികച്ച പുരുഷ പരിശീലകൻ കാർലോ ആൻസലോട്ടി, മികച്ച വനിതാ കോച്ച് എമ്മ ഹെയ്സ്, മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, മികച്ച വനിതാ ഗോൾ കീപ്പർ അലീസ നെഹ, നിലവിലെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. 2001 മുതലാണ് ഫിഫ ആദ്യമായി വനിതാ താരത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തി തുടങ്ങുന്നത്. അതിൽ ആദ്യ പുരസ്കാരം കരസ്ഥമാക്കുന്നത് മിയ ഹാം ആണ്. ഗൂഗിൾ പുറത്തിറക്കിയിട്ടുള്ള പുതിയ AI മോഡലുകൾ 2 മോഡലുകളാണ് പുറത്തിറക്കിയത്. VO2 ഇമാജിൻ 3യും അതിൽ VO2 വീഡിയോ ജനറേഷനും ഇമാജിൻ 3 ഇമേജ് ജനറേഷനുമാണ്. ജലമാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജലവാഹക് എന്നാണ്. ഇന്ത്യയിലെ നിലവിലെ 111 താഴെ ദേശീയ ജലപാതകളാണുള്ളത്. ദേശീയ ജലപാത 1 ഭാഗീരഥി ഹുഗ്ലി നദീ സംവിധാനവും ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര സംവിധാനവുമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗളിയാണ്. ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡാണ്. പുതുതായി ചേർക്കപ്പെട്ട കായിക ഇനങ്ങളാണ് യോഗ, മല്ലാഖം തുടങ്ങിയവ. ആദ്യമായിട്ട് ദേശീയ ഗെയിംസ് നടത്തിയിട്ടുള്ളത് ലാഹോറിൽ വെച്ച് 1906 ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ്. അതിൽ 35ാമത് ദേശീയ ഗെയിംസ് കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ലഭിച്ചേക്കാവുന്ന പുതിയ കോഡ് INTRV 1 ആണ്. പുതിയ കോഡ് നിലവിലത്തെ കോഡ് INNYY 1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖം മുംബൈ ആണ്. കേരളത്തിലെ ആദ്യത്തെ തുറമുഖം കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏക നദീതട തുറമുഖം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യ ഡീപ്പ് വാട്ടർ പോർട്ട് എന്ന് പറയുന്നത് എണ്ണോറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാൻ തുടങ്ങുന്ന രാജ്യം ചൈന.